സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ് മമ്മൂക്കയെ പറ്റിയാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക 6000 ആരാധകർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതായത് പേട്രിയറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടല്ല അതിൻ്റെ ഒരു സിനിമയുടെ പല കാര്യങ്ങളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പല ജില്ലകളിൽ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉള്ള ഓരോ യൂണിറ്റിലും ഉള്ള തൻ്റെ ആരാധകരുടെ സംഘടന തൻ്റെ ആരാധകരുടെ അസോസിയേഷനിലുള്ള ആളുകളെ മീറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് അവിടെ ഉണ്ടായത്. അപ്പം അങ്ങനെ ഓരോ ദിവസം പത്തനംതിട്ട, പാലക്കാട്, തിരുവനന്തപുരം എന്നുള്ള രീതിയിൽ ഓരോ ജില്ലകളിലും ഓരോ സംസ്ഥാനങ്ങളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ ചർച്ചകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരു കാര്യമുണ്ടായി. അങ്ങനെ അദ്ദേഹം ഓരോ ജില്ലകളിൽ ചെല്ലുമ്പോഴും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്ന ആയിരക്കണക്കിന് ആളുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫാൻസിൻ്റെ ഫോട്ടോഷൂട്ടാണ്. അല്ലാതെയാണെന്നുണ്ടെങ്കിൽ ജനലക്ഷങ്ങൾ അവിടേക്ക് ഇരമ്പി എത്തും എന്നുള്ളത് നമുക്കറിയാം. അപ്പം അങ്ങനെ തൻ്റെ മുൻപിൽ വന്ന എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള അല്ലെ എപ്പോഴും നമ്മൾ മമ്മൂക്ക ഒരു പറയുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. എന്താണ് ചേർത്ത് പിടിക്കലിൻ്റെയും കരുണയുടെയും എല്ലാം ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു ഇതിഹാസം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഒരു കാതലാളായിട്ടുള്ള ഒരാളാണ് മമ്മൂക്കാന്ന്. അതേ രീതിയിൽ തന്നെയാണ് ആ കരുതലിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും ആ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഈ ഒരു ഫോട്ടോഷൂട്ടിൽ നമ്മൾ കണ്ടത്. അങ്ങനെ മമ്മൂക്കയുടെ ഒരു അസുഖബാധിതനായിട്ട് മമ്മൂക്ക പുറത്തു പോയിട്ട് ഒരു 8 മാസങ്ങൾക്ക് ശേഷം വീണ്ടും നാട്ടിലേക്ക് വന്ന് സിനിമയിലും മറ്റുള്ള മേഖലകളിലെല്ലാം സജീവമായി നമുക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ 6000ത്തിന് മുകളിൽ ചെയ്തിട്ടുണ്ട്. ആ 6000 ആരാധകർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒറ്റ സ്ട്രെച്ചിൽ നിന്നുകൊണ്ട് ഇത്രയും അധികം ആളുകളുടെ ഒപ്പം ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം അതെല്ലാം നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഞാൻ കണ്ടൊരു പോസ്റ്റ് ഓൺലൈൻ മലയാളി ഈവൻറ്റ്സ് എന്ന് പറയുന്ന ഒരു പേജിൽ ഇൻസ്റ്റഗ്രാം പേജിൽ അവരിട്ടിരിക്കുന്നതാണ്. സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞ ആരാധിക 6000 പേർക്കൊപ്പം ഫോട്ടോ എടുത്ത് മമ്മൂട്ടി തകർത്തത് മോഹൻലാലിൻ്റെ 5641 എന്നുള്ള റെക്കോർഡ്. അതായത് ലാലേട്ടൻ ഇതിനു മുൻപ് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഫോട്ടോഷൂട്ടിലുള്ള ആളുകളുടെ റെക്കോർഡ് എന്ന് പറയുന്നത് 5641 മമ്മൂക്കയുടെ ഫോട്ടോഷൂട്ടിൻ്റെ റെക്കോർഡ് എന്ന് പറയുമ്പോൾ 6000 പേർക്കൊപ്പം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റുകളുണ്ട്. ഇത് മമ്മൂക്കയും മോഹൻലാലിനെയൊക്കെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻ്റ് ഉണ്ട്. ലാലേട്ടൻ ഒറ്റ ദിവസം കൊണ്ടെടുത്ത് മമ്മൂട്ടി 3, 4, 5 ദിവസം കൊണ്ടെടുത്താണ്. അപ്പോൾ മമ്മൂട്ടിയുടെ ലെവലിനേക്കാൾ മോഹൻലാലിൻ്റെ റേഞ്ച് വേറെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും പ്രായം നിങ്ങളൊന്ന് പരിഗണിക്കണം കേട്ടോ. ഈ രീതി കമൻ്റ് ഇടുന്ന മക്കളെ നിങ്ങൾ പ്രായം കൂടി പരിഗണിക്കണം, സമയം കൂടി പരിഗണിക്കണം. അദ്ദേഹത്തിന് അതിനിടയിലും ചെയ്യേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. വെറുതെ ഇരിക്കുമൊന്നുമല്ല. അപ്പോൾ ഇതിൽ അവരുടെ കമൻറ്റിൽ പോസ്റ്റിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുകയാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം ആദ്യമായി തൻ്റെ പ്രിയപ്പെട്ട ആരാധകർക്കായി അദ്ദേഹം നടത്തിയ ഫോട്ടോഷൂട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും തരംഗമായി കഴിഞ്ഞു. വെറും ഒരു ഫോട്ടോഷൂട്ട് എന്നതിലുപരി മലയാള സിനിമയിലെ നിലവിലുള്ള ഒരു വലിയ റെക്കോർഡ് കൂടി തിരുത്തി കുറിച്ചുകൊണ്ടാണ് മമ്മൂക്ക ഈ നേട്ടം കൈവരിച്ചത്. കാലാകാലങ്ങളായി ആരാധകർക്കൊപ്പം സൗഹൃദപരമായി ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് നടൻ മോഹൻലാലാണ്. 2023 നെടുമ്പാശ്ശേരിയിൽ വെച്ച് 5641 ആരാധകർക്കൊപ്പം ഫോട്ടോ എടുത്ത് ലാലേട്ടൻ സൃഷ്ടിച്ച റെക്കോർഡാണ് ഇപ്പോൾ മമ്മൂട്ടി പഴങ്കഥയാക്കിയിരിക്കുന്നത്. ഏകദേശം 6000 പേർക്കൊപ്പമാണ് മമ്മൂട്ടി ഇത്തവണ ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഫോട്ടോഷൂട്ട് ചടങ്ങുകളിലൊന്നായി ഇത് മാറി. എല്ലാ കാര്യങ്ങളിലും പുതുമ ആഗ്രഹിക്കുന്ന മമ്മൂട്ടി ഈ ഫോട്ടോഷൂട്ടിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഓരോ ആരാധകനോടും അദ്ദേഹം അങ്ങേയറ്റം സൗഹാർദ്ദപരമായി പെരുമാറുകയും ചേർന്ന് നിന്നും അദ്ദേഹം ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. വർഷങ്ങളായി തങ്ങളുടെ പ്രിയ താരത്തെ ഒന്ന് നേരിൽ കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് ഇതൊരു വൈകാരിക നിമിഷമായിരുന്നു. ഫോട്ടോഷൂട്ടിനിടയിൽ ആരാധകർ വികാരഭരിതനാവുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലാണ്. കേരളത്തിന് പുറത്തും വലിയ ചർച്ചയായിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഈ ഫോട്ടോഷൂട്ട്. ദേശീയ മാധ്യമങ്ങൾ പോലും ഈ വമ്പൻ പരിപാടിയെക്കുറിച്ച് വാർത്തകൾ നൽകി. മമ്മൂട്ടിയുടെ ഈ നീക്കം മോഹൻലാൽ ആരാധകർക്ക് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. മലയാള സിനിമയിലെ 2 നെടുന്തൂണുകൾ തമ്മിലുള്ള ഈ ഫോട്ടോഷൂട്ട് പോരാട്ടം വരും ദിവസങ്ങളിലും ചർച്ചാ വിഷയമാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെയാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. മോഹൻലാൽ ഒറ്റ ദിവസം കൊണ്ട് 5641 ഫോട്ടോ എടുത്തെങ്കിൽ മമ്മൂട്ടി എടുത്തിരിക്കുന്ന 5 ദിവസം കൊണ്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ സമയം ഇതൊക്കെ ഒന്ന് പരിഗണിക്കണമെന്നുള്ളത്. മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ എല്ലാ തലങ്ങളിലും ഒന്നാമനാണ് അല്ലേ. അതായത് ഈ റെക്കോർഡുകൾ, അതായത് അദ്ദേഹത്തിന് കിട്ടുന്ന അവാർഡുകളുടെ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഫിലിം ഫെയർ അവാർഡ് എന്ന് പറയുന്നത് 16 ഫിലിം ഫെയർ അവാർഡ് തുടർച്ചയായിട്ട് തൂക്കിയ ഒരാളാണ് മമ്മൂക്ക അല്ലേ. മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കണ്ടിന്യൂസ്ലി തൂക്കിയ നടനാണ് മമ്മൂക്ക. മലയാള സിനിമയെ വാനോളം ഉയർത്തിക്കൊണ്ട് വരുന്നൊരു മനുഷ്യനാണ് മമ്മൂക്ക. മലയാള സിനിമയുടെ ലെവല് അങ്ങ് ഓസ്കാർ അക്കാദമിയിലേക്ക് അവർ സ്വമേധയാ തിരഞ്ഞെടുക്കാനായിട്ട് ഈ ഒരു സിനിമ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഗണനയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് മാറ്റിയത് ആരാണ്? അതും മമ്മൂക്കയാണ്. മലയാളത്തിൽ സംസാരിച്ചാൽ മാത്രം മലയാള സിനിമ ഉയരില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്ക് മലയാളം മാത്രം മതി, നമ്മളുടെ മാതൃഭാഷ സംസാരിച്ചാൽ മാത്രം നമ്മുടെ മലയാള സിനിമാ ലോകം ഈ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തെളിയിച്ച് കാണിച്ചൊരു മമ്മൂക്ക. കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ലാളനയുടെയും എല്ലാത്തിൻ്റെയും
ഒരു കരുതലും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു പ്രതീകവും കൂടിയായിട്ടുള്ളൊരു മമ്മൂക്ക എല്ലായ്പ്പോഴും ഡിഫറൻ്റ് ആണ്. ആരിൽ നിന്നാണ്? ലാലേട്ടനിൽ നിന്നും മറ്റുള്ള എല്ലാ നടന്മാരിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒരു ഡിഫറൻറ്റ് ഹ്യൂമൻ ബീയിങ് ആണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിഫറൻ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് ഡിഫറൻ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ഡിഫറൻ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ ഏജും അത് ഒരുപാട് ഡിഫറൻ്റ് ആണ് കേട്ടോ. ലാലേട്ടൻ 65, 67 വയസ്സുള്ളെങ്കിൽ മമ്മൂക്കയ്ക്ക് 75 വയസ്സുണ്ട്. ഈ ഒരു ഇത്രയും ഏജിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് അവർ തമ്മിൽ. ആ ഒരു ഏജിൻ്റെ ഡിഫറൻസ് ഉണ്ടായിട്ടും ഈ രണ്ടാളുകളും തമ്മിൽ ചേട്ടൻ അനിയൻ ബന്ധം പോലെയാണ്. അവർക്കിടയിൽ വേറെ വലിയൊരു കോമ്പറ്റീഷൻസ് ഒന്നുമില്ല. ഈ ആരാധകർ എന്ന് പറയുന്ന മണ്ടന്മാർക്കിടയിലാണ് ഈ കോമ്പറ്റീഷൻസ് ഉള്ളത്. മമ്മൂക്ക എത്ര ദിവസം കൊണ്ടെടുത്തു, മോഹൻലാൽ ഇത്ര ദിവസം കൊണ്ടെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പറയുന്ന ആളുകൾ മമ്മൂക്കയുടെ പ്രായം ഒന്ന് പരിഗണിക്കണം കേട്ടോ. കുറച്ചെങ്കിലും മമ്മൂക്കയുടെ മുഖത്ത്, അത് വേറെ കാര്യമുണ്ട്, മമ്മൂക്കയെ ഇവരെയും കുറ്റം പറയാൻ പറ്റില്ല, മമ്മൂക്കയെ കുറ്റം പറയുന്ന ആളുകൾ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. മമ്മൂക്കയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് 75 വയസ്സുണ്ടെന്ന് പറയുന്നത് അല്ലേ? ചുള്ളൻ ചെറുക്കനല്ലേ ഇപ്പോഴും. അങ്ങനെ ആ ചുള്ളൻ ചെറുക്കനായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് തെറ്റ് പറ്റും, അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. മമ്മൂക്കയ്ക്ക് മോഹൻലാലിനോടുള്ള ഇഷ്ടം കൊണ്ട് മമ്മൂക്കയെ കുറ്റം പറഞ്ഞു പോകുന്നതാണ്, നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അതിന് മമ്മൂക്ക നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്, നിങ്ങളിങ്ങനെ ഇത്രയും ഇങ്ങനെ ചെറുപ്പമായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കരുത്. അതാണ് ഒരു പക്ഷേ ഇവരെയൊക്കെ ചൊടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവരൊക്കെ ഈ രീതിയിൽ പറയാനായിട്ട് കാരണമായിരിക്കുന്നത്. ഇതിൽ വേറൊരു പോസ്റ്റും ഉണ്ട്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: 6000 പേരുടെ മെഗാ ഫോട്ടോഷൂട്ട്, അതിൽ 2000 പേരുമായി ഫോട്ടോ എടുത്ത് ഇനി 4000 പേരുമായി ഫോട്ടോഷൂട്ട് ബാക്കിയുണ്ട്. ഇതാണ് നമ്മുടെ മമ്മൂക്ക. സിനിമയിലേക്കുള്ള എൻ്റെ യാത്രയിൽ എന്നും എനിക്കൊപ്പം നിന്നത് നിങ്ങളാണ്. മമ്മൂക്ക എന്ന വികാരത്തിന് പിന്നിലെ ആ 6000 പേർക്ക് വേണ്ടി ഒരു മെഗാ ദിനം. തിരക്കുകൾക്കും റെക്കോർഡുകൾക്കും അപ്പുറം തന്നെ സ്നേഹിക്കുന്നവർക്കായി മമ്മൂക്ക സമയം കണ്ടെത്തുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 6000 ആരാധകർക്കായി ഒരുക്കിയ ഈ വമ്പൻ ഫോട്ടോഷൂട്ട് വെറും ഒരു പരിപാടിയില്ല, മറിച്ച് പതിറ്റാണ്ടുകളായി തനിക്ക് കരുത്തായി നിന്നവരോടുള്ള മമ്മൂക്കയുടെ സ്നേഹപ്രകടനമാണ്. തൻ്റെ ഓരോ വളർച്ചയിലും കൂടെ നിന്ന സാധാരണക്കാരായ ആരാധകരെ ചേർത്ത് പിടിക്കാൻ മമ്മൂക്ക കാണിക്കുന്ന ഈ മനസ്സ്, ഇതുതന്നെയാണ് അദ്ദേഹത്തെ മെഗാസ്റ്റാർ എന്നതിലുപരി മനുഷ്യത്വമുള്ള താരം ആക്കുന്നത്. ആവേശത്തോടെ, കണ്ണീരോടെ ആ സുന്ദര നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇത് 2 ദിവസം മുൻപ് വന്നിരിക്കുന്ന പോസ്റ്റാണ്. അതായത് മമ്മൂക്ക വെറും ഒരു ഫോട്ടോഷൂട്ട് നടത്തിയ, ഇതിൽ ചിലർ പറയുന്നുണ്ട് മമ്മൂക്ക ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്, മമ്മൂക്ക വെറുതെ വന്ന് മമ്മൂക്കയുടെ മുഖം കണ്ടാൽ അറിയാം ഒരു താല്പര്യം ഇല്ല എന്നൊക്കെയുള്ള. ഈ സൈഡ് വീഡിയോ നോക്കി അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെയാണോ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്? മമ്മൂക്ക മനുഷ്യനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. മനുഷ്യ ബന്ധങ്ങൾക്ക്, സ്നേഹബന്ധങ്ങൾക്ക് എന്നും എക്കാലത്തും വില നൽകുന്നൊരു മനുഷ്യനാണ് മമ്മൂക്ക. വന്ന വഴികൾ മറന്നു പോകാത്ത, വന്ന വഴികളെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള ബോധ്യമുള്ള, താൻ വരുന്ന വഴികളിൽ തൻ്റെ വീഴ്ചകളിൽ ആരൊക്കെ തനിക്ക് കൂട്ടായി നിന്നിട്ടുണ്ട്, ആരൊക്കെ തന്നെ തുണയായിട്ട് കൊണ്ട് നടന്നിട്ടുണ്ട്, തനിക്ക് ഈ കാണുന്ന തൻ്റെ ഈ ഐഡന്റിറ്റി ആരാണ് ഉണ്ടാക്കിയെടുത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയെല്ലാം കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള മമ്മൂക്ക ഇത് ചെയ്ത ആളുകളെയും രംഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് മറന്നിട്ടില്ല. അതായത് വലിയൊരു സ്റ്റേജിൽ, ഒരു വേദിയിൽ വെച്ചിട്ട് മമ്മൂക്കയ്ക്ക് മമ്മൂട്ടി എന്ന് പേരിട്ടൊരു മനുഷ്യനെ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. ശ്രീനിവാസനും മമ്മൂക്കയും കൂടിയുള്ളൊരു കഥ പറഞ്ഞൊരു സിനിമയായിട്ടുള്ള കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക അതിൽ ഈ പറയുന്ന ബാലനെ അവതരിപ്പിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയിൽ വരുമ്പോൾ, അല്ലെ ഈ ഒരു റിയൽ ലൈഫിൽ വരുമ്പോൾ മമ്മൂക്ക ഈ പറയുന്ന ഒരു കൂട്ടുകാരനെ അവതരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ തനിക്ക് ആ പേര് നൽകിയ കൂട്ടുകാരനെ പറ്റി പറയുമ്പോഴും ആ വീഡിയോസ് അല്ലെങ്കിൽ ആ ഒരു വാർത്ത കണ്ട എല്ലാ ആളുകൾക്കും കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും, എല്ലാവരുടെയും കണ്ണ് അണിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇത്രയും ഉയരങ്ങളിൽ എത്തിയിട്ടും തൻ്റെ വന്ന വഴികൾ മറക്കാതെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന, തൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു മമ്മൂട്ടി യുഗത്തിനെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോഷൂട്ടിൽ ഞാൻ കാണുന്ന ഒരിക്കലും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി എന്ന സിനിമാടനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ആളുകൾ പോകുന്നതല്ല ഞാൻ കാണുന്നത്. ഒരു മനുഷ്യ സ്നേഹിയുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കണം, ഒരു കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാ ഉറവിടത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ കരുതൽ അറിയാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കണം എന്ന് ചിന്തിക്കുന്ന 6000 ആളുകളാണ് അവിടേക്ക് പോയത്. ലാലേട്ടനെ കാണാൻ പോയിരിക്കുന്നത് കട്ട ഫാൻസ് ആണെങ്കിൽ, ഇത് പോയിരിക്കുന്ന വെറും ഫാൻ ബേസ് കൊണ്ട് മാത്രമല്ല, അല്ലെ ഫാൻസ് ആയതുകൊണ്ട് മാത്രമല്ല, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ഇതിഹാസം, ആ ഒരു ഇതിഹാസത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി അത് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയാണെങ്കിലും മമ്മൂക്ക ഈ ഒരു പ്രായത്തിലും ഇത്രയും വയ്യാഴിക ഇരിക്കുന്ന സമയത്തും ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗട്ട്സ് ഒന്ന് വേറെ തന്നെയാണ്. അദ്ദേഹം ആളുകൾക്ക്, ആരാധകർക്ക് കൊടുക്കുന്നൊരു വാല്യൂ അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ആരാധകരെന്ന് മാത്രമല്ല, മനുഷ്യർക്ക് കൊടുക്കുന്നൊരു വാല്യൂ അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനിയും വരും ദിവസങ്ങളിലും ഇതുപോലെ നമുക്ക് സമാനമായിട്ടുള്ള സംഭവങ്ങൾ കാണാം. ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരോടൊക്കെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല, വിഷമം മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് പോട്ടെ, മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ രീതിയിൽ പോട്ടെ, എല്ലാം നല്ലതായിട്ട് വരട്ടെ. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.